ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കുന്നത്. മനുഷ്യൻ്റെ ഒട്ടുമിക്ക ജീവിത മേഖലകളെയും തൊട്ട് തലോടിക്കൊണ്ടുള്ള യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഇത്. മുഖമില്ലാതെ എത്ര വേണമെങ്കിലും സംസാരിക്കാൻ കഴിയും എന്ന് വന്നിരിക്കുന്ന കാലമാണിത്. ആരുടെയും മുഖം നോക്കാതെയും ആരുടെയും വാക്കുകളെ മാനിക്കാതെയും സ്വന്തം ചിന്തകളിൽ മാത്രം നിന്ന് സ്വന്തം നിലപാട് ശരിയാണെന്ന് എഴുതി പിടിപ്പിക്കാൻ കഴിയുന്ന ഈ കാലത്ത് അല്ല, മറ്റൊരാളുമായി മുഖാമുഖം നിൽക്കാനും നിരപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഒന്നാമത് തന്നെ അനുരഞ്ജനപ്പെട്ടിട്ട് പിന്നെ വിശുദ്ധ ആരാധനയ്ക്ക് വരണമെന്ന് വായനക്കാരെ പഠിപ്പിക്കുന്ന വേദഭാഗമാണ് ഇത്. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, അത് വാക്യം 23 കുറേയേറെ ഓർമ്മകളുടെ നിറവായിരിക്കണം വിശുദ്ധ മേശ എന്ന ചിന്ത തരുന്ന വാക്യമാണ് ഇത്. വഴിപാടുകളുമായി യാഗപീഠത്തിലേക്ക് വരുമ്പോൾ സഹോദരന് നേരെ വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ എന്ന് വെച്ചാൽ, ആരാധനയ്ക്കായി അടുത്ത് വരുമ്പോൾ വഴിപാടുകൾ കയ്യിലില്ലെങ്കിലും മനസ്സിൽ നിറയെ ഓർമ്മകൾ നിർബന്ധമാണ്. യാഗപീഠത്തിനരികിൽ നിൽക്കുമ്പോൾ ഓർമ്മകൾ ക്രിയാത്മകമായിരിക്കണം. വിശുദ്ധ കുർബാനയിൽ നിർവികാരതയോടുകൂടെ നിൽക്കുകയല്ല, പിന്നെയോ ചലനാത്മകതയോടുകൂടെ വേണം നിൽക്കാൻ. എങ്കിലേ ആരോടെങ്കിലും നിരക്കേണ്ടതുണ്ടെങ്കിൽ നിരന്നിട്ട് വരാനുള്ള മനസാന്നിധ്യമുണ്ടാകും. അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചതിൻ്റെ ഓർമ്മയാണല്ലോ പെസഹ ആചരിക്കുമ്പോൾ മനസ്സിൽ നിറയെ ഓടിയെത്തുന്നത്. എന്നതുപോലെ ജീവിത പ്രതിസന്ധികളിൽ നിന്നും മാനസിക പീഡകളിൽ നിന്നും വിടുവിച്ചതിൻ്റെ ഓർമ്മ ആണ് മനസ്സിലേക്ക് വരുന്നതെങ്കിൽ മനസ്സിൽ നിന്ന് സ്തോത്രം പറയാൻ ഇടയാകേണ്ടതുണ്ട്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ഉടനെ തങ്ങളോടൊപ്പം നടന്ന് വചനത്തെ വ്യാഖ്യാനിച്ചു തന്ന കർത്താവിനെ ഓർത്തതുപോലെ വിശുദ്ധ കുർബാനയുടെ നേരത്ത് ദൈവം നമ്മെ വിസ്മയകരമായി നടത്തുന്നതിൻ്റെ ഓർമ്മ മനസ്സിൽ നിറയട്ടെ. ചുരുക്കത്തിൽ കുർബാനയുടെ നേരത്ത് ചൈതന്യം തരുന്ന ഒത്തിരി ഓർമ്മകൾ മനസ്സിൽ നിറയട്ടെ. ആ ഓർമ്മകളെ നന്ദിയാക്കാനും നന്ദിയെ ആരാധനയാക്കാനും ആരാധനയെ ഒരു ജീവിതമാക്കി മാറ്റുന്ന നേരമാകട്ടെ വിശുദ്ധ കുർബാന എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. വാക്യം 24 നിരപ്പിൻ്റെ നൈർമല്യമാണ് ആരാധനയുടെ സൗന്ദര്യം എന്ന് ഓർമ്മിപ്പിക്കുന്ന വാക്യമാണ് ഇത്. ഒരാൾക്ക് മറ്റൊരാളോട് വൈര്യമുണ്ടെങ്കിൽ മനസ്സ് നിറയെ എപ്പോഴും അയാളായിരിക്കും. പിന്നെ എങ്ങനെ മനസ്സിൽ ദൈവത്തിന് ഇടം കൊടുക്കാൻ കഴിയും? അപ്പോൾ ആരാധനയുടെ ആനന്ദവും അർത്ഥവും അപ്രാപ്യമായി മാറുകയാണ് എന്നറിയണം. വഴിപാട് യാഗപീഠത്തിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കട്ടെ, പക്ഷേ ഒന്നാമത് സഹോദരനോട് നിരന്നിട്ട് വരട്ടെ എന്ന് യേശു കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ വഴിപാടുകളുടെ വിലയേക്കാൾ നൈർമല്യമുള്ള ഹൃദയമാണ് ദൈവസന്നിധിയിൽ വിലപ്പെട്ടത് എന്നുള്ളതാണ് കാര്യം. നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ വീണാനാദം ഞാൻ കേൾക്കുകയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ എന്ന് ആമോസ് പ്രവാചകനും പറഞ്ഞതിൻ്റെ കാരണം സഹോദരങ്ങളോട് നമ്മൾ പ്രകടിപ്പിക്കേണ്ട നീതി അത് അവരുടെ അവകാശമാണ് എന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് ലഭിക്കേണ്ട നീതി പാട്ടുകൊണ്ടും വീണ കൊണ്ടും വഴിപാടുകൾ കൊണ്ടും മറച്ചു പിടിക്കുന്നതിനെ അല്ല ആരാധന എന്ന് വിളിക്കുന്നത്. പിന്നെയോ അവരുടെ ചാരത്ത് ചെന്നിരുന്ന് അനുരഞ്ജനപ്പെട്ടിട്ട് ഏശാവ് യാക്കോബിനെ ആലിംഗനം ചെയ്ത് കഴുത്തിൽ വീണ് ചുംബിച്ചതുപോലെ ഒരു ചുംബനവും സമ്മാനിച്ചിട്ട് വന്നാൽ
ആരാധനയ്ക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. അങ്ങനെ ആരാധനയുടെ അപാരമായ സൗന്ദര്യം നമുക്കേവർക്കും അനുഭവമായി തീരട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. വാക്യം 25. പരിഹരിക്കപ്പെടാത്ത മുറിവുകളെ പരിഹരിച്ച് വേദന അനുഭവങ്ങളിൽ നിന്നും വേഗത്തിൽ വിടുതൽ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലാണ് വിശുദ്ധ കുർബാന എന്ന് ധ്യാനിക്കുകയാണ്. മുറിവുകൾ സ്വാഭാവികമാണ്. എന്നാൽ മുറിവുകൾ കരിയാത്തിടത്തോളം കാലം വേദന മാറില്ല. അതുകൊണ്ട് മുറിവുകൾ വേഗത്തിൽ പരിഹരിക്കുക എന്നുള്ളതാണ് വേദനകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക വഴി. പത്രോസ് ആ രാത്രിയിൽ മറ്റൊന്നും ആലോചിക്കാതെ യേശു കർത്താവിനെ 3 വട്ടം തള്ളിപ്പറയുകയാണ്. പിന്നെ കുറ്റബോധത്തിൻ്റെ മുറിവിൻ്റെ വേദനയിൽ നിന്നും അല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കണ്ണുനീരിൻ്റെ അകമ്പടിയോടുകൂടെ 3 വട്ടം ഏറ്റുപറയുമ്പോൾ പത്രോസ് പിന്നെ പാറ പോലെ ഉറച്ചു നിന്ന് സഭ പണിയുന്ന കാഴ്ചയ്ക്ക് അപാരമായ മനോഹാരിതയാണ് ഉള്ളത്. എന്ന് വെച്ചാൽ മുറിവുകളെ പരിഹരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ശക്തി ലഭിക്കും. അപ്പോൾ വേഗത്തിൽ മുറിവുകളെ പരിഹരിച്ച് പ്രതിയോഗിയെ നമുക്ക് കീഴ്പ്പെടുത്താൻ ഇടയാകട്ടെ. മറിച്ച് ആ പ്രതിയോഗി നമ്മെ ആരെയും കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. ആമേൻ.